ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാൻ നല്ല സോഫ്റ്റ് പ്ലം കേക്കാണ്. ചൂടാതൊന്നും അറിയത്തില്ല. അങ്ങ് ഇതിൻ്റെ കേക്കിൻ്റെ സ്മെല്ല് കാരണം ഇവിടെ നിൽക്കാൻ വയ്യ, അങ്ങ് മുറിച്ച് പോയി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനും പറ്റും. അപ്പോഴേ എല്ലാവർക്കും ടെസ്റ്റ് കറിയിലേക്ക് സ്വാഗതം. അപ്പോഴേ പ്ലം കേക്കിന് ആദ്യമായിട്ട് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഓറഞ്ചിൻ്റെ ജ്യൂസിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ളത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 100 ഗ്രാം ഓളം ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഓറഞ്ചിൻ്റെ ജ്യൂസിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ സോക്ക് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ച്. പക്ഷേ അന്നേരം ഉടനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. സ്പൈസസ് ഇതിനെടുത്തിരിക്കുന്നത് ജാതിക്ക, ഈ പൊടിഞ്ഞ് കിടക്കുന്നത് ജാതിക്കയാണ്. പിന്നെ അതുപോലെ പട്ട എടുത്തു, 4 ഏലക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് മിക്സർ ജാറിലിട്ട് പൊടിച്ച് എടുക്കുന്നുണ്ട്. പിന്നീട് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. കരാമൽ സിറപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്ത് കരിക്കുന്നുണ്ട്. പഞ്ചസാര എല്ലാം മെൽറ്റായി നല്ല ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പം അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കൊച്ചുകുട്ടികളെയൊക്കെ അടുത്തുനിന്ന് മാറ്റി നിർത്തണം. ഗ്യാസ് വേണമെങ്കിൽ ഓഫാക്കിയിട്ട് വെള്ളം ഒഴിക്കാം. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് ഒന്ന് കട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫാണെങ്കിൽ ഒന്ന് ഓണാക്കിയിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയാൽ അത് മെൽറ്റായി അതിനകത്ത് വെള്ളത്തിലോട്ട് ലയിച്ച് ചേരുന്നതായിരിക്കും. എന്നിട്ട് ഇത് ചൂടാറാൻ വെക്കണം. കരാമൽ സിറപ്പ് തണുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിടുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ വൈറ്റ് പാർട്ട് വരാൻ പാടില്ല. ഇനി ഓറഞ്ചിൻ്റെ തൊലിക്ക് പകരം ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി എടുത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണക്കി എടുത്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവർക്ക് അതിൽ നോക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ജ്യൂസ് ഉണ്ടാവും. ആ ജ്യൂസ് ഡ്രെയിൻ ചെയ്ത് കരാമൽ സിറപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ലെഫ്റ്റ് ചെയ്തേക്കുന്ന ജ്യൂസ് കഴിവതും ഡ്രെയിൻ ചെയ്ത് തന്നെ എടുക്കാവുന്നതാണ്. അത് നമ്മുടെ കരാമൽ സിറപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലോർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. നാല് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം മുട്ടയുടെ വെള്ളയിലേക്ക് 1 പിഞ്ച് ഉപ്പ് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. ആ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് 3 പ്രാവശ്യം ആയിട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പ്ലം കേക്കിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ഞ ഒരു കാരണവശാലും വെള്ളയിൽ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കെയർഫുള്ളായിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുക.
അങ്ങനെ ബീറ്റ് ചെയ്ത് നല്ല പീക്ക് ഫോമിൽ ഇതുപോലെ എത്തണം. മുട്ടയുടെ മഞ്ഞിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ആ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച് അതേ ബീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കഴിയേണ്ട അതൊന്നും ആവശ്യമില്ല. അപ്പോഴും മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കരാമൽ സിറപ്പ് മിക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കരാമൽ സിറപ്പ് ഏകദേശം ഒരു 110 ml ഉണ്ട്. മുട്ടയുടെ മഞ്ഞയും കരാമൽ സിറപ്പൂടെ മിക്സ് ചെയ്ത ആ മിക്സ് ആണെങ്കിൽ മുട്ടയുടെ വെള്ളയിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഓൾട്ടർനേറ്റായിട്ട് മുട്ടയുടെ മഞ്ഞയും കരാമൽ സിറപ്പൂടെ ഉള്ള മിക്സും ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് മിക്സും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. മുട്ടയുടെ വയറ്റിലോട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കാഷ്നട്ടും കിസ്മിസും കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 180 സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 40 മിനിറ്റ്സോളം 180 സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റിച്ച് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. റൂം മൊത്തം നല്ല ആ കേക്കിൻ്റെ സ്പൈസ് കൊണ്ട് സ്മെല്ല് കൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ക്രിസ്മസ് അല്ല വരുന്നത്, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ ഫുൾ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.